ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ. ഞാനിതാ നമ്മളെ സ്കിറ്റ് വീഡിയോസൊക്കെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് പെൻഡിങ് ആണ്. കുറച്ചധികം തിരക്കോളായിരുന്നു കേട്ടോ. കുറച്ചധികം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം ഉണ്ടായതുകൊണ്ടുള്ള കുറച്ച് തിരക്കുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. ഇന്ന് അൽഹംദുലില്ലാ ആ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും, ഞാനും കുട്ടികളൊക്കെ അത് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആ വിശേഷം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ ഒരു വ്ളോഗായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാനലിൽ എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം കാണിക്കാനുണ്ട്. കാരണം നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരു ചാനലാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് ഡേറ്റിന്, നമുക്ക് എന്ത് തിരക്കാണെങ്കിലും അത് ആ കറക്റ്റ് ഡേറ്റിന് തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിലത്തെ ഒന്നാണ് നമ്മളുടെ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൊളാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാരണം ഇതാ ഈ മാമാ എർത്തിൻ്റെ ഒനിയൻ എയർഫോൾ ഷാമ്പൂ ആണ്. അതുപോലെ ഈ ഒരു ലാക്മിയുടെ ഈ ഒരു കൺമഷിയും, അതുപോലെ തന്നെ ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള പറയാം. എല്ലാവർക്കും അറിയാലോ, ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ശേഷം എൻ്റെ മുഖത്തിൽ നല്ല പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം ആണ് എൻ്റെ എന്താ പറയുക, എത്രത്തോളം തോന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നുള്ളത് നമ്മളെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ എൻ്റെ 10ാമത്തെ ദിവസം വരെ ചിക്കൻ ബോക്സിൻ്റെ 10 ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവർക്കും ഒരേ ഫേസിൽ നല്ല രീതിയിൽ 2 കണ്ണൊഴികളുള്ള ബാക്കി എല്ലായിടത്തും ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക പിമ്പിൾസും അതുപോലെ തന്നെ ഇതുപോലെ മാർക്കില്ലേ, ഇതുപോലത്തെ നിറച്ച് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന രാത്രി നമ്മൾ കിടക്കുന്ന നേരത്തെ ഇതാ ഈ ഒരു സിറ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഈ ഒരു ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 2 ബെസ്റ്റ് സൺസ്ക്രീനും കൂടിയാണ് കേട്ടോ. ഇതിന് എല്ലാത്തിനും ഈ 5 പ്രൊഡക്റ്റിനും നല്ല ഓഫർ റേറ്റിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിയയുടെ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം, ആരും മുഷിപ്പിക്കുകയല്ല. പക്ഷേങ്കിൽ ഇക്ക് വേണ്ടി നിങ്ങൾ ഒരു നാളെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. ഇൻഷാ അല്ലാ മറ്റന്നാൾ എന്തായാലും നമ്മളെ റിയയുടെ അടുത്ത എപ്പിസോഡ് എന്തായാലും ഞാൻ ഇടണമായിരിക്കും കേട്ടോ. പകുതി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി എഡിറ്റ് ചെയ്യാനുള്ള ഒരു 2 സീനും കൂടി അതിലേക്ക് എടുത്ത് ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ അതിലത്തെ ഒരാൾ നമുക്ക് നമ്മളെ ഈ കഥയിലേക്ക് പുതിയ ഓരോരോ ആൾക്കാർ നമ്മളതിൽ വരുന്നുണ്ട്. അപ്പോൾ റിയയുടെ ഈ ഒരു കഥയുടെ അടുത്ത എപ്പിസോഡിലേക്ക് വേണ്ടിയുള്ള ഒരാൾ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ആ ആളുടെ ഒരു സീനും കൂടി കിട്ടിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ അങ്ങനെ നമ്മളിലേക്ക് ഓരോരുത്തർ ഗസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും റോളായിട്ടാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരുടെ സൗകര്യങ്ങളും അവരുടെ സമയങ്ങളും ഒക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അതുപോലെയുള്ള ഒരു ഈ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സീന് നമ്മൾ ഈ ഒരു കഥകൾക്ക് വേണം, അതിലൊരാൾ വേണം. ആ ആൾ ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ ആ ആളെ വീഡിയോ കിട്ടുമെന്ന് വിചാരിക്കണം. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാ മറ്റന്നാൾ തന്നെ നമ്മൾ റിയയുടെ 27ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 ദിവസമായിട്ടും ഇന്നായിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഹാപ്പിയുടെ മെയിൻ കാരണം എന്താണെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഞാൻ നാളെ 2 മണിക്ക് അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് മറക്കാണ്ട് കാണണം. എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മളെ ജയ്ബൂസ് ആൻഡ് കിഡ്ഡീസ് എന്നുള്ള സെക്കൻഡ് ചാനലിൽ ഞാൻ ആ വിശേഷം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു വിശേഷം എന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് നേരമില്ലാത്ത നേരത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ റിയയുടെ എപ്പിസോഡും മറ്റന്നാളും നമ്മളെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷത്തിൻ്റെ കാര്യം നാളെ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ അതുവരേക്കും എല്ലാവർക്കും